മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർഗതീരം കലാ സാംസ്കാരിക വേദിയുടെ പ്രഖ്യാപന ഉദ്ഘാടനവും എസ് ജാനകി അനുസ്മരണ സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ക്ലബ്ബിൽ നടന്ന പരിപാടി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സർഗതീരം കലാ സാംസ്കാരിക വേദി പ്രഖ്യാപനോദ്ഘാടനവും എസ് ജാനകി അനുസ്മരണ സംഗീത പരിപാടിയും മൂവാറ്റുപുഴ ക്ലബ്ബിൽ നടന്നു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സമ്മേളനോദ്ഘാടനവും എസ് ജാനകി അനുസ്മരണ പ്രഭാഷണവും നിർവഹിച്ചു. ഈ സർഗതീരം സാംസ്കാരിക വേദി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഞാൻ ഓർക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു പുസ്തക ചർച്ചയുമായി ബന്ധപ്പെട്ട് പിന്നെ ഇതുപോലെ ഇവർ ക്ഷണിച്ചതാണ്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ പല വഴികളിലൂടെ പല ആശയങ്ങളിലൂടെ പുരോഗമനപരമായ ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് കൂടിച്ചേരുന്ന ഒരുപറ്റം ആളുകളെ അന്ന് എനിക്ക് അവിടെ കാണാൻ കഴിയും. എക്കാലവും കലാപ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ചലച്ചിത്രഗാന ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ നമുക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് ജാനകിയമ്മ വിടവാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്നെ ഈ പരിപാടി ക്ഷണിക്കുമ്പോൾ ജാനകിയമ്മയെ കുറിച്ചും കൂടി ഒരു വാക്ക് പറയണം എന്ന് ആസ്വദിക്കുകയും അതുപോലെ സുശാനൊക്കെ സൂചിപ്പിക്കുകയും ജാനകിയമ്മയെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല, അതിനുള്ള യോഗ്യതയും ഒന്നും അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള അറിവോ ആ ഒരു നിലയിലൊക്കെ പരിചയസമ്പന്നവരല്ല ഞാൻ. പക്ഷെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടും ഇനി അതല്ലെങ്കിൽ കലാരംഗവുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഉള്ള പരിമിതമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടും കേട്ടും അനുഭവിച്ചുമൊക്കെ ആസ്വദിച്ചുമൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി എമൽദേവ് സാംസ്കാരിക വേദിയുടെ പ്രഖ്യാപനവും പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. പ്രശസ്ത പിന്നണി ഗായിക ദലീമ, മൂവാറ്റുപുഴയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ദലീമയുടെയും ഷാനു പട്ടത്തിന്റെയും നേതൃത്വത്തിൽ ഗാനമേളയും നടന്നു. കെ സലീം, അഖിൽ, ശ്രുതി, ജോബ് പൊട്ടാസ്, ഗീതാ കൃഷ്ണൻ, അതുല്യ പോൾസൺ, നസീർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. കൊച്ചിൻ കലാഭവൻ മുൻകാല മിമിക്രി താരങ്ങളായ ബഷീർ കലാഭവൻ, ഷുക്കൂർ കലാഭവൻ, അഷ്റഫ് കലാഭവൻ, സുബിൻ, അനു എന്നിവർ അവതരിപ്പിച്ച മിമിക്സ് പരേഡ് പ്രേക്ഷകരെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ മഹാറാണി ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പ് MD റിയാസിനെയും പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷിനെയും ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. സർഗതീരം ചെയർമാൻ നസീർ അലിയാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷാനു പട്ടം, പ്രോഗ്രാം കോർഡിനേറ്റർ പോൾസൺ കുരിശിങ്കൽ, മൂവാറ്റുപുഴ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് മാണിത്തോട്ടം, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം, മൂവാറ്റുപുഴ ക്ലബ്ബ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV ജോണി, അഷ്റഫ് ബദരിയ, ജോബ് പറ്റാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.